ഞാനിപ്പോൾ ഇങ്ങനൊരു വീഡിയോ ആയിട്ട് വരാനുള്ള കാരണം എന്നെപ്പോലെ ഒരാളെങ്കിലും ഉണ്ടാകുന്നുള്ളൊരു വിശ്വാസം കൊണ്ടാണ്. ഞാൻ ഇന്നലെ ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങനെ സ്റ്റോറീസും റീൽസും ഒക്കെ കണ്ടുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ എല്ലാവരെയും സ്റ്റോറിയിലും സ്റ്റാറ്റസിലൊക്കെ ഹാപ്പി ഫാദേഴ്സ് ഡേ എന്ന് പറഞ്ഞിട്ട് അവരവരുടെ ഉപ്പാരെ കൂടെ അല്ലെങ്കിൽ അച്ഛന്മാരെ കൂടെ വളരെ സന്തോഷത്തോടു കൂടി നിൽക്കുന്നൊരു ഫോട്ടോസും വീഡിയോസൊക്കെ ഞാൻ കണ്ടു. അപ്പോൾ ഞാൻ എൻ്റെ ഫോൺ എടുത്തിട്ട് ഞാനും ഉപ്പയും കൂടെ ഉള്ളൊരു ഫോട്ടോ ഉണ്ടോ എന്നുള്ളത് ഞാനിങ്ങനെ ഗാലറി മൊത്തം തിരഞ്ഞപ്പോൾ ഞാൻ മനസ്സിലാക്കിയൊരു വസ്തുത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെയും ഉപ്പാൻ്റെയും ഞങ്ങൾ രണ്ടാളും ഒന്നിച്ച് നിൽക്കുന്നൊരു ഫോട്ടോ എൻ്റെ ഈ ഫോണിലില്ല എന്നുള്ളതാണ്. അതിനർത്ഥം ഞങ്ങൾ നല്ല രീതിയിലല്ലാന്നോ അല്ലെങ്കിൽ ഞാനും ഉപ്പയും തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ അങ്ങനെ ഒന്നുമല്ല. എന്നെപ്പോലെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്നെപ്പോലെ ഏതെങ്കിലും ഒരാളുണ്ടാവും. പണ്ട് മുതലേ അല്ലെങ്കിൽ ചെറുപ്പം മുതലേ നമ്മൾ ഉപ്പാക്ക് കൊടുത്ത റെസ്പെക്റ്റ്, ആ പേടി അത് ഇപ്പോഴും മനസ്സിൽ കൊണ്ട് നടക്കുന്നുണ്ടായിരിക്കും. ഞാൻ ഉപ്പാൻ്റെ ആയിട്ട് അങ്ങനെ ഇടപഴകൽ വളരെ കുറവാണ്. മാത്രമല്ല ഉപ്പാൻ്റെ സംസാരവും ഭയങ്കര കുറവാണ്. ചെറുപ്പത്തിലൊക്കെ ഉപ്പ വരുന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ ടി വി കണ്ടുകൊണ്ടിരിക്കുകയെന്നുണ്ടെങ്കിൽ ഉപ്പ വരുന്നു എന്ന് പറഞ്ഞിട്ട് ടി വി ഓഫാക്കിയിട്ട് ഓടുക. അല്ലാന്നുണ്ടെങ്കിൽ ഉപ്പ കയറി വരുമ്പോൾ അവിടുന്ന് എണീറ്റിട്ട് അടുക്കളയിൽ കൂടെ പുറത്തിറങ്ങി പോവുക. അല്ലാന്നുണ്ടെങ്കിൽ ഉപ്പാനോട് നേരിട്ട് സംസാരിക്കുക, അത് ഉമ്മ തുറ സംസാരിക്കുക. അങ്ങനെ ആ ഒരു പേടി റെസ്പെക്റ്റ്, ബഹുമാനം അതൊക്കെ കൊടുത്തിട്ട് അത് ഇപ്പോഴും മനസ്സിൽ കൊണ്ട് നടന്നിട്ട് ഇപ്പോഴും അങ്ങനെ പെരുമാറുന്ന ആൾക്കാരുണ്ടാവും. ഇപ്പോഴും ഞാൻ വീട്ടിലേക്ക് വിളിക്കുമ്പോൾ ഉമ്മ ഉപ്പാക്ക് ഫോൺ കൊടുക്കട്ടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്നാൽ കുറച്ച് കഴിഞ്ഞിട്ട് വിളിക്കാം, അല്ലെങ്കിൽ ഞാൻ എന്നാൽ പിന്നെ വിളിക്കാം എന്ന് പറഞ്ഞിട്ട് ഒഴിഞ്ഞു മാറാറുണ്ട് ഞാൻ. പക്ഷെ ഞാൻ ചിന്തിച്ചൊരു കാര്യം, നമ്മൾ ഈ പേടിയും റെസ്പെക്റ്റും ഈ ബഹുമാനവും സ്നേഹമൊക്കെ കൊടുക്കുമ്പോഴും നമ്മുടെ അടുത്ത് നിന്ന് ഇപ്പോൾ അങ്ങനെ ഒരു അറ്റാച്ച്മെൻറ്റ് ആഗ്രഹിക്കുന്നുണ്ടാവില്ലേ? നമ്മൾ ഈ സ്നേഹം, നമ്മളെ കളിച്ചിരിയും നമ്മൾ ഈ കെട്ടിപ്പിടുത്തവും അതൊക്കെ നമ്മൾ ഉപ്പാരൊക്കെ ആഗ്രഹിക്കുന്നുണ്ടാവില്ലേ? ഇപ്പോൾ എനിക്ക് വയ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്സപ്പിൽ ഉപ്പാൻ്റെ ഒരു വോയിസ് ഉണ്ടാവും, എന്ത് പറ്റിയെന്ന് വെച്ചിട്ട്. അതല്ല, ഇനി പണ്ടൊക്കെ നാളെ ഒരു ഇൻ്റർവ്യൂ ഉണ്ടെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് രാവിലെ ഉപ്പാൻ്റെ ഒരു മെസ്സേജ് ഉണ്ടാവും, നന്നായിട്ട് ചെയ്യണം, പഠിച്ചവനെ ബിസ്മി ചൊല്ലി ഇറങ്ങിക്കോ എന്നൊക്കെ പറഞ്ഞിട്ട് ഉപ്പാൻ്റെ ഒരു മെസ്സേജ് ഉണ്ടാവും. അങ്ങനെ ഉപ്പാൻ്റെ ഒരു കരുതൽ എപ്പോഴും എൻ്റെ കൂടെ ഉണ്ട്. ഹോണസ്റ്റ്ലി പറയുന്നുണ്ടെങ്കിൽ ഉപ്പാന്ന് പറഞ്ഞ് കെട്ടിപ്പിടിക്കാൻ എനിക്ക് ഭയങ്കര ഒരു ആഗ്രഹമുണ്ട്. അതേപോലെ ഉപ്പി ആഗ്രഹിക്കുന്നുണ്ടാവില്ലേ, എൻ്റെ മോനെ എന്നെ വന്നിട്ടൊന്ന് കെട്ടിപ്പിടിച്ചിരുന്നെങ്കിൽ എന്നൊക്കെ. ഞാൻ എപ്പോഴും എൻ്റെ കൂടെയുള്ളവർ പറയാറുണ്ട്, ഞാനിങ്ങനെ സങ്കടപ്പെട്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ വിഷമം ഇങ്ങനെ കടിച്ചമർത്തി നിൽക്കുമ്പോൾ എന്നെ വന്ന് കെട്ടിപ്പിടിക്കരുത്, അല്ലെങ്കിൽ എന്നോട് എന്ത് പറ്റിടാന്ന് ചോദിക്കരുത്. എൻ്റെ ഉള്ളിലുള്ള സങ്കടമൊക്കെ പൊട്ടിയിട്ട് ഞാൻ പൊട്ടിക്കരുത്. അതുപോലെ നമ്മൾ ഉപ്പ വിളിച്ചൊന്ന് കെട്ടിപ്പിടിച്ചൊക്കെ അതുവരെ നമ്മൾ കൊണ്ട് നടന്ന ആ ഒരു കടുംപിടുത്തമൊക്കെ ഉണ്ടല്ലോ. എൻ്റെ വീഡിയോ കാണുന്ന ആൾക്കാർ നമ്മുടെ ഉപ്പാടെ കിടത്ത് പോയിട്ട് ഉപ്പ എന്ന് പറഞ്ഞിട്ട് വെറുതെ ഒന്ന് കെട്ടിപ്പിടിച്ച് നോക്കിയേ, അവർക്ക് വളരെ സന്തോഷമാവും. അവർ ജീവിതത്തിൽ അതൊക്കെ ആഗ്രഹിക്കുന്നുണ്ടാവുള്ളൂ.